മൗനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. റോഡുകൾ രക്തം തൊട്ട് ചുവന്നിരിക്കുന്നു. ഒരിക്കൽ ജീവൻ നിറഞ്ഞ തെരുവുകൾ ഇപ്പോൾ മരണത്തിൻ്റെ നിഴലിലാണ്. അമ്മമാർ കരയുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇനി കണ്ണീരില്ല. ചിരി മാഞ്ഞുപോയ ഒരു ദേശം. നിശബ്ദതയുടെ കരച്ചിലാണ് ഇപ്പോൾ സുഡാൻ. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അവസാനം വരെ കാണുക. കാരണം ഈ യുദ്ധം വെറും വെടിയൊച്ചയല്ല, അതൊരു ജനതയുടെ നിലവിളികളാണ്. സുഡാനിൽ ഇപ്പോൾ നടക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും, ഇങ്ങനെയൊരു നരകം ഭൂമിയിൽ തന്നെയുണ്ടോ എന്ന്. ഒരിക്കൽ പച്ചപ്പും ജീവനും നിറഞ്ഞ ദേശം ഇന്ന് മുഴുവൻ ചാരമായി മാറി. കുട്ടികളുടെ ചിരിയൊച്ച മാഞ്ഞിരിക്കുന്നു. പകരം മുഴങ്ങുന്നത് വെടിയൊച്ചകളും നിലവിളികളും. സുഡാൻ, ജീവിക്കാൻ പോലും അനുമതി നഷ്ടപ്പെട്ട ഒരു ദേശം. സുഡാനിലെ ഈ ദുരന്തം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല, പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു തുടർച്ചയാണിത്. ഈ കഥ തുടങ്ങുന്നത് വർഷം 2019 അന്നത്തെ ഏകാധിപതിയായിരുന്ന ഒമർ അൽ ബഷീറിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ. അദ്ദേഹത്തെ പുറത്താക്കിയതോടെ അധികാരം പിടിച്ചെടുത്തത് 2 ശക്തരായ സൈനിക നേതാക്കളായിരുന്നു. ഒന്ന്, സുഡാൻ ഔദ്യോഗിക സൈന്യമായ സുഡാൻ ആംഡ് ഫോഴ്സിൻ്റെ സാഫ് തലവൻ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ. 2, രാജ്യത്തെ ഏറ്റവും ശക്തമായ പാരാമിലിറ്ററി ഗ്രൂപ്പായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ RSF തലവൻ ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗാലോ. സുഹൃത്തുക്കളായി തുടങ്ങിയ ഈ യാത്ര അധികാരം പങ്കുവെക്കുന്നതിലുള്ള തർക്കത്തിൽ ഒരു രക്തക്കളമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. അങ്ങനെ വർഷം 2023 ഏപ്രിൽ മാസം സുഡാനിൻ്റെ ചരിത്രത്തിൽ കറുപ്പ് നിറം പൂശിയ ആ മാസം. RSFനെ സാഫിൽ ലയിപ്പിക്കാനുള്ള സർക്കാർ നീക്കമാണ് തർക്കങ്ങളുടെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചത്. ലയനം. ആരാണ് സുഡാനെ നയിക്കേണ്ടത്? രാജ്യത്തിൻ്റെ സമ്പത്തിൽ ആർക്കാണ് അധികാരം? തുടങ്ങിയ ചോദ്യങ്ങൾ. ഏപ്രിൽ 15, 2023 സുഡാൻ്റെ തലസ്ഥാനമായ ഖാർത്തൂം യുദ്ധക്കളമായി മാറി. ഒരു വശത്ത് സാഫിൻ്റെ വിമാന ആക്രമണങ്ങൾ, മറുവശത്ത് RSFൻ്റെ നഗരങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ. തകർന്നുപോയ വിമാനത്താവളങ്ങൾ, അഗ്നിക്കിരയായ സർക്കാർ കെട്ടിടങ്ങൾ, ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം. നിലവിൽ പോരാട്ടം കടുക്കുന്നത് ഡാർഫൂറിലെ പ്രധാന നഗരമായ എൽ ഫഷാറിലാണ്. ഒരിക്കൽ ചലനമുണ്ടായിരുന്ന നഗരം ഇന്ന് ശവങ്ങൾ കിടക്കുന്ന മണ്ണാണ്. യുദ്ധത്തിൽ മരിക്കുന്നത് പട്ടാളക്കാർ മാത്രമല്ല, നിസ്സഹായരായ മനുഷ്യരാണ്. എൽ ഫഷാറിൽ വൈദ്യുതിയില്ല, വെള്ളമില്ല, ആശുപത്രികൾ ശൂന്യം. ഉദാഹരണം സൗദി മെൻ്റലിറ്റി ഹോസ്പിറ്റൽ. അമ്മമാരും കുഞ്ഞുങ്ങളും അഭയം തേടിയിരുന്ന ആ സ്ഥലം ആക്രമണത്തിൽ തകർന്നു പോവുകയാണ്. അവിടെ കൊല്ലപ്പെട്ടവരിൽ ചികിത്സ കിട്ടാതെ മരിച്ചവരിലും എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് ലോകത്തിന് പോലും അറിയില്ല. യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളും കുട്ടികളുമാണ്. പട്ടിണിയും ക്ഷാമവും സുഡാനെ ഗ്രസിച്ചിരിക്കുന്നു. അമ്മമാർ കുട്ടികൾക്ക് ഭക്ഷണത്തിന് പകരം വെള്ളം കൊടുക്കുന്നു. ആ വെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ സുഡാൻ. ജീവിതം രക്ഷിക്കാൻ സ്വന്തം മണ്ണിൽ നിന്ന് പലായനം ചെയ്യുകയാണ് സുഡാൻ ജനത ഇപ്പോൾ. 14 മില്യണിലധികം പേർ വീടുകൾ വിട്ട് ഓടിപ്പോയി. അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, ചാഡ്, സൗത്ത് സുഡാൻ എന്നിവിടങ്ങളിലേക്ക് അവർ അഭയം തേടിയെത്തി. ഈ ലോകം എവിടെയാണ്? ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കുകയാണ്. സഹായ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥ സഹായം ആർക്കും ലഭിക്കുന്നില്ല. ഇൻ്റർനെറ്റ് ഇല്ല, ഫോൺ ഇല്ല, ഗതാഗതമില്ല. സുഡാൻ എന്ന ഒരു ദേശം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് മറഞ്ഞ് ഇരുട്ടിൽ മുഴുകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രോസ് പറഞ്ഞതുപോലെ, ദ വാർ ഇൻ സുഡാൻ ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളിലാണ്. എൽ ഫഷാറിൻ്റെ തെരുവുകളിൽ ഇപ്പോൾ ശബ്ദമില്ല. വെടിയൊച്ച മങ്ങിപ്പോയാലും നിലവിളികൾ മുഴങ്ങുന്നു. ഇത് വെറും ഒരു വാർത്തയല്ല, ഇത് മനുഷ്യത്വം നശിക്കുന്ന കഥയാണ്. അധികാരം നിലനിർത്താൻ വേണ്ടി 2 ജനറൽമാർ നടത്തുന്ന ഈ യുദ്ധം ഒരു ജനതയുടെ തന്നെ ജീവിതമാണ് കവർന്നെടുക്കുന്നത്. സുഡാനിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു യുദ്ധമല്ല, ഒരു ജനതയുടെ അവസാന അധ്യായം പോലെയാകരുത്. സുഡാനിലെ ജനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
ഇത് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം മോട്ടിവേഷൻ മല്ലു. ഞാൻ സുഡാനിന് വേണ്ടി ശബ്ദമുയർത്താൻ റെഡിയാണ്. നിങ്ങളോ? നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ഈ ശബ്ദത്തിന് പിന്തുണ നൽകാനായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഒരു ശബ്ദം മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കൽ മാത്രം. ഗുഡ് ബൈ.